നമസ്കാരം. നിതിൻ സ്പീക്കിങ്ങിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പെട്ടെന്ന് വന്നത്, കുറച്ച് നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് വന്നത്, കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ UK പാർലമെൻറ്റിൽ ഒരു ഡിബേറ്റ് നടന്നിരുന്നു. UK ഇൻഡെഫിനിറ്റ് ടു ലീവ് റിമൈൻ 5 വർഷത്തിൽ നിന്ന് 10 വർഷം ആക്കണോ എന്നുള്ള രണ്ട് പെറ്റീഷൻ്റെ പുറത്താണ് അവർ ഡിബേറ്റ് നടത്തുന്നത്. ഒന്നാമത്തെ പെറ്റീഷൻ നമ്മൾ സ്കിൽഡ് വർക്കേഴ്സ് കൊടുത്ത, പല രാജ്യത്തിൽ നിന്നുള്ള സ്കിൽഡ് വർക്കേഴ്സ് കൊടുത്ത ഒരു പെറ്റീഷൻ. രണ്ടാമത്തെ പെറ്റീഷൻ ഹോങ്കോങ്, അതായത് BNO എന്ന് പറയുന്ന ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ് എന്ന് പറയുന്ന ഹോങ്കോങ്, മെയിൻലി ഹോങ്കോങ് ബേസ്ഡ് ആയ ആൾക്കാരുടെ ഒരു പെറ്റീഷൻ. അപ്പം പലരും പല വീഡിയോയിലും അത് കഴിഞ്ഞ ശേഷം പലതും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് മുന്നോട്ട് വയ്ക്കുമെന്നും 10 വർഷം ആക്കുമെന്നും ആക്കില്ല എന്നൊക്കെ. പക്ഷേ ഞാൻ ആ ഡിബേറ്റ് 3 മണിക്കൂറുള്ള ഡിബേറ്റ് മുഴുവൻ കേട്ടതിൽ നിന്നുണ്ടായ ഒരു അസസ്മെൻ്റാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ ആ ഡിബേറ്റിൽ പങ്കെടുത്ത MP-മാരിൽ ഏകദേശം 80-85%, 90% MP-മാർ, എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ പേര് മാത്രമേ എതിരായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള 90% MP-മാരും സ്കിൽഡ് വർക്കേഴ്സ് വിസ റൂട്ടും ഈ പറഞ്ഞ ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ്, അതായത് ഹോങ്കോങ് വിസ റൂട്ടും ഇപ്പോൾ നിലനിൽക്കുന്ന പോലെ തന്നെ നിലനിർത്തണമെന്നും വന്നു കഴിഞ്ഞവരെ അതിൽ ഉൾപ്പെടുത്തരുതെന്നും, കാരണം ഓൾറെഡി UK-യിൽ ഈ വിസയിൽ വന്ന് PR-ന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ വല്ല മാറ്റം വരുത്തിയാൽ, പകുതി വഴിച്ച് മാറ്റം വരുത്തിയാൽ അത് ചെയ്യുന്നത് ഫെയർ അല്ലെന്നും അത് മോശമായ നടപടിക്രമമാണെന്നുള്ള ആണ് മിക്ക ആൾക്കാരും കൂടുതൽ ആൾക്കാരും പങ്കുവച്ചത്. പ്രത്യേകിച്ച് കൂടുതൽ MP-മാർ ഡിബേറ്റ് ചെയ്തത് അല്ലെങ്കിൽ പങ്കുവച്ചത് കൂടുതലും സ്കിൽഡ് വർക്കർ വിസയിനേക്കാട്ടിലുപരി ഈ പറഞ്ഞ ഹോങ്കോങ് ബ്രിട്ടീഷ് നാഷണാലിറ്റി ഓവർസീസ്, അല്ലെങ്കിൽ BNO എന്ന് പറഞ്ഞ കാറ്റഗറിക്കാണ്. കാരണം അവർക്കൊരു പ്രത്യേക പദവി കൊടുത്തുകൊണ്ട് വിളിച്ചു വരുത്തിയ ആൾക്കാരാണ്. അപ്പം അവർക്ക് തിരിച്ച് ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം ചൈനയിൽ നിന്നുള്ള പ്രഷറും അങ്ങനെ കുറേ പൊളിറ്റിക്കൽ വിഷയങ്ങൾ അവിടെയുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയാണ് കൂടുതൽ വാദിച്ചത്. ഒരുപാട് പേർ നമുക്ക് ഈ പറഞ്ഞ സ്കിൽഡ് വർക്കർ കാറ്റഗറിയിലേക്ക് വേണ്ടി വാദിച്ചു. അവർ രാജ്യത്തിന് തരുന്ന ഉപകാരങ്ങളും രാജ്യത്തിന് തന്നിരുന്ന കോൺട്രിബ്യൂഷൻസും, തറന്നുകൊണ്ടിരിക്കുന്ന കോൺട്രിബ്യൂഷൻസും, NHS വർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങളും, അവർ എല്ലാം വിട്ടുപോയി കഴിഞ്ഞാൽ NHS അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ സെക്ടറിലുണ്ടാകുന്ന ഒരു കൊളാപ്സും എല്ലാം ഇതിൻ്റെ അകത്ത് അവർ ചർച്ച ചെയ്തു. പക്ഷേ പൊതുവെ മൊത്തത്തിൽ ഈ പറഞ്ഞ ചർച്ചയ്ക്കൊടുവിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ പ്രൈം മിനിസ്റ്റർ അല്ല, അവിടുത്തെ വെസ്റ്റ് മിനിസ്റ്റർ എന്ന് വെച്ചാൽ ഈ ഹോമിൻ്റെ മിനിസ്റ്റർ പറയുന്നത്, തീർച്ചയായിട്ടും നമ്മളിതെല്ലാം പരിഗണിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഹോങ്കോങ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ് എന്ന കാറ്റഗറി ഒരു പ്രത്യേക കാറ്റഗറിയാണ്. അത് നമ്മൾ ഒരു പബ്ലിക്കായിട്ടൊരു കാറ്റഗറിയിൽ പെടുത്തി മുന്നോട്ട് പോകാൻ ചിലപ്പം ആഗ്രഹിക്കുന്നില്ല. അതിന് വേണ്ട പ്രത്യേക കാര്യങ്ങളും നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കും എന്ന് പറഞ്ഞിരുന്നു പുള്ളിക്കാരൻ. പക്ഷേ സ്കിൽഡ് വർക്കറിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രത്യേക ഇങ്ങനെയൊന്നും ഇല്ല. നമ്മൾ അത് കാരണം ഇത്ര നാളും ഇമിഗ്രേഷൻ വളരെ ടോപ്പ് ഹൈയിലാണ് നിൽക്കുന്നത്. അത് നമ്മൾ ബ്രിട്ടീഷ് കമ്മ്യൂണിറ്റിയുടെ കൂടെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയും നമ്മൾ കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ സ്കിൽഡ് വർക്കർ കാറ്റഗറിയിൽ നമ്മളൊരു പബ്ലിക് കൺസൾട്ടേഷൻ നടത്താം എന്ന രീതിയിലാണ് മിനിസ്റ്റർ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിൽ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പലരോട് സംസാരിച്ചതിൽ എനിക്കറിയാൻ പറഞ്ഞത്, ഈ പറഞ്ഞ പബ്ലിക് കൺസൾട്ടേഷനൊക്കെ നടന്നു വരണമെങ്കിൽ ഈ വർഷം ലേറ്റർ നടത്തും എന്ന് വെച്ചാൽ ഈ വർഷാന്ത്യം നടത്തും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു പബ്ലിക് കൺസൾട്ടേഷൻ നടത്തി ഈ പറഞ്ഞ അതെല്ലാം ആയി വന്നു, അല്ലെങ്കിൽ ആൾക്കാർ വോട്ട് ചെയ്തു, വന്നവർക്ക് തിരിച്ചു പോകണം എന്നാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു നിയമത്തിൻ്റെക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതെല്ലാം ഏകദേശം ആയി വരണമെങ്കിൽ 1-2 വർഷം എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൂടാതെ ഇനി സ്കിൽഡ് വർക്കറിൽ വന്ന ആൾക്കാരോട് തിരിച്ചു പോകാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ILR തരില്ല എന്ന് പറഞ്ഞാൽ, അത് കോടതിയിൽ ചോദ്യപ്പെടാനും ഭയങ്കര സാധ്യതയുണ്ട്. കാരണം സ്കിൽഡ് വർക്കർ വിസകളിൽ വരുമ്പോൾ നമ്മൾ 5 ഇയർ റൂട്ടിൽ ആണ് നമ്മൾ ഈ പറഞ്ഞ ആളുകൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ചോദ്യം ചെയ്യാൻ ആവശ്യമുണ്ട്. കാരണം ഇങ്ങനെയൊരു 5 ഇയർ റൂട്ട് ഉള്ളത് കൊണ്ടാണല്ലോ സ്കിൽഡ് വർക്കർ ആൾക്കാർ വിസ എടുത്ത് ഈ രാജ്യത്തിലേക്ക് വരാൻ തയ്യാറായത്. പെട്ടെന്ന് പകുതി വഴി വെച്ച് ഗവൺമെൻറ് അവരുടെ നിയമം മാറ്റുമ്പോൾ
വന്ന ആൾക്കാരോടുള്ള ഒരു ചതിയായി മാറും എന്ന രീതിയിലുള്ളൊരു കാര്യം കൂടി അവിടെ നടക്കുന്നുണ്ട്. അപ്പം എന്നിരുന്നാലും ഹോങ്കോങ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ് എന്ന കാറ്റഗറിക്ക് എന്തായാലും 5 വർഷത്തിനുള്ളിൽ PR കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്കിൽഡ് വർക്ക് കാറ്റഗറിയിൽ അവർ എങ്ങനെയാണ് കൊണ്ടുവരിക എന്നുള്ളൊരു ക്ലാരിറ്റി ഇനിയും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് തന്നിട്ടില്ല. എന്നിരുന്നാലും ഒരു 2 വർഷം എങ്കിലും എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ എനിക്ക് തോന്നുന്നത് കോടതികളിൽ അത് ചോദ്യം ചെയ്യപ്പെടാനും അത് താൽക്കാലികമായി ക്യാൻസൽ ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ അവിടെയും കാണുന്നുണ്ട്. എന്നിരുന്നാലും ഈ പറഞ്ഞ സ്കിൽഡ് വർക്കറിലുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ILRലേക്ക് മാറുകയും ഗവൺമെൻറ് ഫണ്ട് ഈ പറഞ്ഞ ഫണ്ടുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ സഹായത്തിന് വേണ്ടി അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനും വലിയൊരു പ്രശ്നമാണത്. അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു മറ്റ് രീതിയിലായിരിക്കും ഗവൺമെൻറ് അത് കൊണ്ടുവരാൻ സാധ്യത എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും ഒരു ഡിസംബർ അവസാനം വരെ, അല്ലെങ്കിൽ ഈ വർഷം അവസാനം വരെ നമ്മൾ കാത്തിരുന്നേ പറ്റുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു മിനിമം പറഞ്ഞത്. അതായത് സ്കിൽഡ് വർക്കർ പബ്ലിക്കായിട്ട് കൺസൾട്ടേഷന് വിടും, ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന രീതിയിലാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ജനങ്ങൾ ചിലപ്പം സ്കിൽഡ് വർക്കറുള്ള ആൾക്കാരെ പോലും ഇവിടെ നിർത്തണ്ടെന്നും ILR നിർത്തലാക്കണമെന്നും പറയാൻ സാധ്യത ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും 90% MP-മാരും സംസാരിച്ചത് സ്കിൽഡ് വർക്കറിന് വേണ്ടിയാണ്, അവർക്ക് ILR കൊടുക്കണമെന്ന രീതിയിലാണ്. അപ്പം എല്ലാ ജനങ്ങളും നമ്മൾ ഈ കാണുന്ന പബ്ലിക് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും ഈ എല്ലാവരും ഈ പറഞ്ഞ ഇമിഗ്രേഷൻ എതിരാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു വിഭാഗമുണ്ട്. എന്നിരുന്നാലും അതൊരു പൊതുവായി നോക്കുമ്പം അതാണ് കൂടുതൽ, ഇമിഗ്രേഷൻ എതിർക്കുന്നവരാണ് കൂടുതൽ UK-യിൽ എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് തെറ്റായ ധാരണയാണ്. ഒരു 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 നിശ്ചിത ശതമാനം ഉണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ളവരൊന്നും ഒക്കെ അങ്ങനെ ഈ പറഞ്ഞ സ്കിൽഡ് വർക്കർ ആൾക്കാർ NHS-നും ഹെൽത്ത് കെയർ സെക്ടറിനും ചെയ്യുന്ന കാര്യങ്ങൾ അവരൊരിക്കലും മറക്കുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം കൂടുതൽ നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയ്ക്ക് വരെ നമസ്കാരം.